ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടിട്ട് പോകുന്നത് വേറെ എവിടേക്കും അല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ്റെ ഏട്ടൻ്റെ മാരേജ് ആയിരുന്നു. അവിടെ ഏച്ചീൻ്റെ ഫാമിലീസിന് വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപാടെ ഏട്ടൻ ചിക്കു ഷേക്ക് എല്ലാം അടിച്ചു തന്നു. ഞങ്ങളെല്ലാവരും പാടെ അതെല്ലാം ഇരുന്ന് കുടിച്ചു. പിന്നെ അടുക്കളയിൽ ഏച്ചി ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇളക്കേണ്ട ഡ്യൂട്ടി എല്ലാം എനിക്ക് തന്നു. ഏട്ടൻ സൈഡിൽ ഇരുന്നിട്ട് കച്ചമ്പർ ഉണ്ടാക്കുന്ന പണിയിലായിരുന്നു. അങ്ങനെ ഓരോരോ ആൾക്കാർ ഓരോരോ പണിത്തിരക്കിലായിരുന്നു. ഏച്ചി സൈഡിൽ നിന്നിട്ട് നെയ്പ്പത്തലെല്ലാം ചുടുന്നുണ്ടായത്. എല്ലാവരും കൂടി വർത്താനെല്ലാം പറഞ്ഞ് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ ഫുള്ള് ബഹളമായായിരുന്നു കേട്ടോ. പിള്ളേരുടെ ഒച്ചപ്പാടും ബഹളത്തിനും ഇടയ്ക്ക് അടുക്കളയിലുള്ള പണിയെല്ലാം ഏകദേശം ഒതുക്കി ഞങ്ങൾ മുറ്റത്ത് വന്നിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഏച്ചി കുഞ്ഞിനെ ഉറക്കാനുള്ള പുറപ്പാടിലായിരുന്നു. അങ്ങനെ അവർ ഒരു 10-10:30 ടൈം ആയപ്പോഴത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ ഫാമിലീസിനോടും അമ്മേനോടും എല്ലാവരോടും വർത്താനെല്ലാം പറഞ്ഞു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നുണ്ടായത് ഉണ്ണിയേട്ടനാണ് കൊണ്ടു കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചായ പരിപാടി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്ക് നെയ്പ്പത്തലും ഇഡ്ഡലിയും സാമ്പാറും ചിക്കൻ കറിയും അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞു കേട്ടോ. അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. കുഞ്ഞിനെ ഉറക്കുന്ന ടൈം ആയതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഉച്ച ടൈം ആയപ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഉച്ചയ്ക്ക് ചോറിന് നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ സാദാ ചോറും സാമ്പാറും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ ചോറെല്ലാം കഴിച്ചു. അങ്ങനെ അതിനിടയ്ക്ക് കുട്ടികളുടെ ചിരിയും കളിയെല്ലാം കഴിഞ്ഞിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ടൈം ആയപ്പോഴത്തേക്ക് ചായയെല്ലാം കഴിഞ്ഞ് അവരെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കലായി. അങ്ങനെ അവർ പോയ സങ്കടപ്പാടിലായിരുന്നു കേട്ടോ ഏച്ചി ഫുള്ളുണ്ടായത്. അങ്ങനെ ഒരു രാത്രി സമയമായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് നോക്കലായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.